നെല്ലിയാമ്പതിയിലെ ചെറുനെല്ലി, തൂത്തമ്പാറ, മാൻകൂത്ത്, രാജക്കാട്, മീരഫ്ലോർ എന്നീ 5 എസ്റ്റേറ്റുകളിലെ ഭൂമി കൈമാറ്റം അനധികൃതമാണെന്ന് വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തി. 1980-ലെ കേന്ദ്ര വനാവകാശ നിയമപ്രകാരം കൃഷിക്കായി പാട്ടത്തിന് നൽകുന്ന ഭൂമി കൈമാറണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും അനുമതി വേണം. എന്നാൽ ഈ എസ്റ്റേറ്റുകൾ കൈമാറിയത് സർക്കാരിനോട് ആലോചിക്കാതെയാണ്. ഇത് വനാവകാശ നിയമത്തിന്റെ ലംഘനമാണെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. എസ്റ്റേറ്റിന്റെ പേരിൽ വ്യാജരേഖയുണ്ടാക്കി ദേശസാൽകൃത ബാങ്കുകളിൽ നിന്ന് വായ്പയെടുത്ത കാര്യവും റിപ്പോർട്ടിലുണ്ട്. എന്നാൽ എസ്റ്റേറ്റ് ഉടമകൾക്ക് അനുകൂലമായ നിലപാടെടുത്ത ധനമന്ത്രി കെ.എം. മാണിയോ സർക്കാർ ചീഫ് വിപ്പ് പി.സി. ജോർജോ ഇതിന്റെ പേരിൽ ആരിൽ നിന്നും പണം കൈപ്പറ്റിയതിന് തെളിവില്ലെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു. മനുഷ്യാവകാശ പ്രവർത്തകരായ ജോർജ് വെട്ടിക്കുളം, വി.ഡി. ജോസഫ് എന്നിവർ കഴിഞ്ഞ സെപ്റ്റംബർ 4-ന് തൃശൂർ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച ഹർജിയെ തുടർന്നാണ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടത്. വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് തൃശൂർ വിജിലൻസ് കോടതിക്കും വിജിലൻസ് ഡയറക്ടർക്കും കൈമാറും. മീഡിയ 1 പാലക്കാട്.